ഇസ്രയേലിന്റെ പ്രതിരോധ കേന്ദ്രങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി ഇറാൻ. അതിനൂതനമായ ജാമിംഗ് രീതികളും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള ഡ്രോൺ സ്വാം ആക്രമണങ്ങളുമാണ് പ്രധാന വെല്ലുവിളി. ശത്രുവിന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിഞ്ഞ് തകർക്കുന്ന ഇസ്രയേലിന്റെ റഡാർ സംവിധാനങ്ങൾക്ക് മേൽ അദൃശ്യമായ ഒരു സാങ്കേതിക സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഇറാനിയൻ സൈന്യത്തിന് കഴിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മിസൈലുകൾ എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം റഡാർ സ്ക്രീനുകളിൽ ആയിരക്കണക്കിന് വ്യാജ സിഗ്നലുകൾ നിറച്ചുകൊണ്ട് ഇസ്രയേലിന്റെ പ്രതിരോധ കേന്ദ്രങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന അതിനൂതനമായ ജാമിംഗ് രീതികളാണ് ഇപ്പോൾ പ്രയോഗിക്കപ്പെടുന്നത്. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള ഡ്രോൺ സ്വാം ആക്രമണങ്ങളാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. നൂറുകണക്കിന് ചെറിയ ഡ്രോണുകൾ ഒരേ സമയം വിക്ഷേപിക്കുന്നതിലൂടെ ഇസ്രയേലിന്റെ കമ്പ്യൂട്ടർ ശൃംഖലകളെയും സെൻസറുകളെയും ഓവർലോഡ് ചെയ്യാൻ ഇറാന് സാധിക്കും. ഇത് വിക്ഷേപണങ്ങൾ നേരത്തെ തിരിച്ചറിയാനുള്ള ഇസ്രയേലിന്റെ ശേഷിയെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. മിസൈലുകൾ നിക്ഷേപിച്ചാൽ ഉടൻ തന്നെ മുഴങ്ങേണ്ട മുന്നറിയിപ്പ് സൈറണുകൾ പോലും പലയിടങ്ങളിലും പരാജയപ്പെടുകയോ വൈകുകയോ ചെയ്യുന്നത് ഇസ്രയേലിന്റെ സൈനിക പോസ്റ്റുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത്. ശത്രുവിന്റെ ഒരൊറ്റ നീക്കവും വിടാതെ ഒപ്പിയെടുക്കുന്ന ഇസ്രയേലിന്റെ ചാരക്കണ്ണുകൾക്ക് മുന്നിൽ കരിനിഴൽ വീഴ്ത്താൻ ഇറാന് സാധിച്ചുവെന്നത് പെന്റഗണിനെ പോലെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ്. ഈ സാങ്കേതിക യുദ്ധത്തിന്റെ മറ്റൊരു വശം അതിന്റെ സാമ്പത്തിക ആഘാതമാണ്. ഇറാൻ അയക്കുന്ന താരതമ്യേന വില കുറഞ്ഞ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിടാൻ ഇസ്രയേലിന് ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഇസ്രയേലിന്റെ പ്രതിരോധ ബജറ്റിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നതോടൊപ്പം തന്നെ തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ അവരുടെ മിസൈൽ ശേഖരം തീർക്കാനുള്ള ഒരു തന്ത്രമായും നിരീക്ഷകർ ഇതിനെ കാണുന്നുണ്ട്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ റഡാർ സംവിധാനങ്ങൾക്കുള്ള പ്രാധാന്യത്തെ തകർക്കുന്ന ഇറാന്റെ ഈ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോന്നവയാണ്. ലോകത്തെ ഏറ്റവും മികച്ചതെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു പ്രതിരോധ കവചത്തിന്റെ മേൽ പഴുതുകൾ കണ്ടെത്താൻ സാധിച്ചുവെന്നതും പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.